ഹലോ, ഒരു ട്രാൻസിഷൻ വീഡിയോ ആണ് കേട്ടോ അത്. അതാണ് ഞാനിങ്ങനെ ഊതണത്. അപ്പോൾ ഒരു വൈറലായിട്ടുണ്ടായിരുന്നൊരു റീലായിരുന്നു. അപ്പം ഞാനതിൻ്റെ വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോകാൻ പോവുകയാണ്. അപ്പം എങ്ങോട്ടാ പോകണമെന്നൊക്കെ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ഉണ്ണീനെ ഒക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞങ്ങളൊക്കെ റെഡി ആയിട്ട് നേരത്തെ വന്നു കേട്ടോ അമ്മമ്മയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഉണ്ണിക്ക് ഇതാ മാം ഓരോന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം ഞങ്ങളെല്ലാവരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാവരും ബ്ലാക്ക് ആയിട്ടോ. ഞാനും അനിയത്തി മാമിയും ഒക്കെ ബ്ലാക്കായി. ഉണ്ണിയൊക്കെ യെല്ലോ ആയിരുന്നു. പക്ഷെ ബാക്കി എല്ലാവരും പറയാണ്ട് തന്നെ ബ്ലാക്ക് ഇട്ടു. ഇതാ അമ്മമ്മയും ബ്ലാക്കായിരുന്നു കേട്ടോ. എല്ലാവരും ബ്ലാക്കായി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ പോട്ടോ. അപ്പം ഞങ്ങൾ പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ പഴനിക്കാണ് പോണത്. അപ്പോൾ ചാർലിക്ക് ബായൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞതാ. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവരൊന്നും എണിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് പോകുമ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാറിലായിരുന്നു പോകണ്ടായിരുന്നത്. ഉണ്ണി ഇതാ കണ്ണടയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഷോ കാട്ടുകയാണ്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് വല്യമ്മയുടെ വീട്ടിലും കൂടി ഒന്ന് കയറി കേട്ടോ. അപ്പോൾ അവരുടെ വീട് പോണ വഴിയിലായതുകൊണ്ട് അങ്ങോട്ടും കയറി. ഞങ്ങൾ ഉണ്ണിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പാലക്കാട് വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന്. പക്ഷെ അവൻ പെട്ടെന്ന് ഉറങ്ങിയിട്ട് എണിച്ച് കണ്ടപ്പോൾ ആകെ സർപ്രൈസ് ആയിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് വേഗം പോയി. പിന്നെ പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ബായൊക്കെ പറഞ്ഞിട്ട് പോയി കേട്ടോ. ഇപ്പോൾ പഴനിക്ക് പോണ വഴിയൊക്കെ ആകെ ഹൈവേ ആക്കി. പണ്ട് ഇങ്ങനെ തെങ്ങും തോപ്പൊക്കെ ഉണ്ടായിരുന്നു കുറേ. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നും സ്ഥലമേ ഇല്ല. എന്നിട്ട് ഏതോ ഒരു വിൻഡ് മില്ലിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ 2 വർഷമായി ഇപ്പോൾ പോയിട്ട്. ഉണ്ണിക്ക് മുട്ട അടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അവന് 1 വയസ്സായപ്പോൾ. അതിന് ശേഷം എപ്പോഴാണ് പോകുന്നത്. ഉണ്ണി ഇതാ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്, വിൻഡ് മില്ലൊക്കെ. അവന് അന്നൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ലല്ലോ, 1 വയസ്സൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവൻ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഫുഡ് ക്യാരി ചെയ്തിട്ടാണ് കേട്ടോ പോവാറ് പഴനിക്ക് പോകുമ്പോൾ. അപ്പോൾ അവിടെ നല്ല ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും കണ്ടില്ല, ഫുൾ ഹൈവേ ആക്കിയത് കൊണ്ട്. എന്നിട്ട് എന്താ ഒരു വിൻഡ് മില്ലിൻ്റെ അടുത്ത് എവിടെയോ കുറച്ചിങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നു, ഒരു ഏരിയ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് കഴിച്ചത്. ഭയങ്കര പൊടിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫുള്ള് ഞങ്ങളുടെ കണ്ണിക്കൊക്കെ ഇങ്ങനെ പറന്നു പോയി. എന്താ കണ്ണൊക്കെ എരിയണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഈ കാറ്റിൻ്റെ അതിൽ പൊടിയുടെ അതൊക്കെ കണ്ണിക്ക് ഇങ്ങനെ ആയതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു. ഇഡ്ഡലിയും കറിയൊക്കെ ആയിരുന്നു കേട്ടോ അടുത്തുണ്ടായിരുന്നു. അതാവുമ്പോൾ പിന്നെ കേടൊന്നും വരില്ലല്ലോ. പഴനി എത്തിയിട്ടോ. ദൂരം തന്നെ ഇങ്ങനെ മല കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് പോണ വഴിക്ക്. അപ്പം അങ്ങനെ മല കാണാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോയി. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് പോയതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എത്തിയത് ബാക്കിൽ വേറെ ഏതോ സ്ഥലത്താണ് എത്തി. പിന്നെ വളഞ്ഞ് വീണ്ടും പോകുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി, 5:30 ഒക്കെ ആയി. പിന്നെ റൂമൊക്കെ കിട്ടി വരുമ്പോഴേക്കും കുറച്ച് ലേറ്റായിട്ടോ. ഒരു നല്ല റൂമൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പഴനിക്ക് പോയി വന്നു കേട്ടോ. വൈകുന്നേരം വന്നിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് മല കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് കേട്ടോ. ഈ മോളിക്ക് ഇങ്ങനെ പോണ വഴിയാണത്. നല്ല ഭംഗിയാണ് കാണാൻ. രാത്രിയൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണ്ണിയും മാമനും മുട്ട അടിച്ചു കേട്ടോ. ഉണ്ണി അലമ്പുണ്ടാക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല കുട്ടിയായിട്ടിരുന്ന് മുട്ട അടിച്ചു. ഞാൻ അവൻ്റെ വല്യമ്മയുടെ കഥയൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തു. വല്യമ്മ എപ്പോഴും മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ക്ലാസ്സിലെത്തണ വരെ മുട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന് പഴനിക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ണി മുട്ടയായി. ഞങ്ങൾ രാവിലെ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ, തൊഴുകാൻ വേണ്ടിയിട്ട്. ഉണ്ണീനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പാവം കുറേ നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത്ര നടക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് ഇങ്ങനെ ഇരിക്കാനൊക്കെ സീറ്റായിരുന്നു കേട്ടോ. എല്ലാം അവിടെ ഇരിക്കാനുള്ള ഇതായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴൊക്കെ ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത് മുകളിലേക്ക് കയറുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും ഇരിക്കാനുള്ള സീറ്റായിരുന്നു. പിന്നെ ഉണ്ണിയുടെ തലയിൽ ഇതാ ചന്ദനമൊക്കെ തേച്ച് ഞങ്ങൾ ഫ്രണ്ടിലത്തെ സ്റ്റെപ്പ് കയറണ അവിടെ വന്നിട്ട് ഒന്ന് തൊഴുതിട്ട് പിന്നെ ട്രെയിനിൽ കയറി പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉള്ളത് കൊണ്ട് ആർക്കും അത്ര ടയേർഡ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഉണ്ണി നല്ല ആക്റ്റീവാണ്. ഉണ്ണി ഇതാ ഓടിക്കളിക്കണു. മുട്ടയൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവന് ഓർമ്മ വെച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് പോണത്. ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ച്
ഞാൻ വിചാരിച്ചു ഇനി പോണ വഴിക്കൊക്കെ കുറേ ക്യൂ ഉണ്ടാവും, ഉണ്ണീനൊക്കെ എടുത്തിട്ട് ആകെ വലയും വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൻ നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നു. അപ്പോൾ വരുമ്പോൾ ഞാൻ ഉണ്ണിക്കൊരു സാധനമൊക്കെ മേടിച്ചു കേട്ടോ. ഉണ്ണിക്ക് ഗണ്ണാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി. അങ്ങനെ ഗണ്ണൊന്നും അവൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് ഞാനൊരു ഗണ്ണ് മേടിച്ചു. പിന്നെ എനിക്കൊന്നും മേടിക്കാൻ ഞാൻ മറന്നു പോയി കേട്ടോ. ഇവന് ഉള്ളത് കൊണ്ട് ഇവനെ ഓരോന്ന് തപ്പി 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 എനിക്കുള്ളത് മേടിക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ അവന് നല്ല ഇഷ്ടമായി, നല്ല ഹാപ്പിയായി. അതുകൊണ്ട് തന്നെ കുറേ നേരം കളിച്ച് പൊട്ടിച്ച് തരാനൊക്കെ പറഞ്ഞ് അപ്പം തന്നെ അവിടെ നിന്ന് നല്ല കളിയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഉമ്മയൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വെജ് ബിരിയാണിയൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു കേട്ടോ. ഉച്ചയായപ്പോഴേക്കും തിരിച്ചു. വീട്ടിൽ രാത്രി ആയപ്പോഴേക്കും എത്തി കേട്ടോ. അങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, വരുമ്പോഴും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ അത്ര മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ വരുമ്പോഴേക്കും നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വന്നു. ഇപ്പം ഞാൻ തമ്മനയിൽ കൊടുത്ത പോലെ നമ്മൾ പഴനിക്ക് പോയാൽ പറ്റിക്കപ്പെടും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. ഉണ്ണിക്കൊരു കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ നിന്ന് തന്നെ ബാറ്ററിയൊക്കെ ഇട്ടിട്ട് എല്ലാം അവർ തന്നെ സെറ്റ് ചെയ്ത് ഓടിച്ച് കാണിച്ചെന്താണ് കേട്ടോ. പക്ഷെ വീട്ടിലെത്തി നോക്കുമ്പോൾ ഉണ്ട് ബാറ്ററി ഒന്നും കാണാനില്ല. എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. ചെറിയൊരു കാര്യമാണ്. പക്ഷെ ഞങ്ങളിങ്ങനെ വീട്ടിലെത്തിയിട്ട് ഉണ്ണിയുടെ ഹാപ്പിനെസ് കാണണം വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അതിൽ ബാറ്ററി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആകെ ചീറ്റിപ്പോയി. ചെറിയൊരു കാര്യമാണ്, പക്ഷെ എന്നാലും അങ്ങനെയാണ് പറയാതെ എന്തോ ഒരു ഐതിഹ്യമാണ് പഴനി പോയാൽ പറ്റിക്കപ്പെടും. പിന്നെ വൈകുന്നേരമായപ്പോൾ ഒന്നും കൂടി ഇറങ്ങി ഒന്ന് ഫുഡൊക്കെ കഴിച്ചു. പൊറാട്ടയും പിന്നെ അങ്ങനെ മുട്ട ഓംലേറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് തിരിച്ചെത്താൻ തന്നെ രാത്രി ആയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ട്രാൻസിഷൻ വീഡിയോ. വീട്ടിൽ നിന്ന് ഊതിയിട്ട് പോയി വന്നപ്പോഴേക്കും ഇതാ മുട്ടയായി. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.